ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് കേട്ടോ. അതിൻ്റെതായ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഓൺ വോയിസിൽ വരുന്നത്. അപ്പം വരുന്ന ദിവസങ്ങൾ അതൊക്കെ റെഡിയാക്കി എടുക്കും കേട്ടോ. ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് കേട്ടോ ഞാൻ വിചാരിച്ചേ. ഫുൾ ഡേ എടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചു, പക്ഷേ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഉച്ച വരെയുള്ള കാര്യങ്ങളെ എടുക്കാൻ പറ്റുള്ളൂ. കാരണം അപ്പുക്കുട്ടനുള്ളതുകൊണ്ട് തന്നെ അത് നടന്നില്ല കേട്ടോ. അപ്പുക്കുട്ടൻ എന്ന് വെച്ചാൽ എൻ്റെ മോനാട്ടോ. ഞാനെല്ലാം സെറ്റാക്കി വെച്ച് എടുക്കാൻ വരുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ അവൻ കിടന്ന് കരയും, അല്ലെങ്കിൽ ഫോണൊക്കെ മറിച്ചിടും കേട്ടോ. അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 9 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നപാടെ ജനലൊക്കെ ആട്ടോ തുറന്നിടാം, എന്നിട്ടാട്ടോ നേരെ കിച്ചണിലേക്ക് കയറുള്ളൂ. ഇവിടെ ഞങ്ങളുടെ ഉറക്കമൊക്കെ പല ടൈമിലാണേ. കാരണം നേരത്തെ ഉറങ്ങുന്ന ദിവസം നേരത്തെ എഴുന്നേക്കും, ലേറ്റായിട്ട് ഉറങ്ങുന്ന ദിവസം ലേറ്റായിട്ടാട്ടോ എഴുന്നേക്കുക. അപ്പം അതുപോലെ തന്നെയാണ് രാവിലത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ തലേദിവസം ഞങ്ങൾ പാല് മേടിച്ചു വെക്കും കേട്ടോ. കാരണം ഇല്ലേൽ താമസിച്ചിട്ടാണ് എഴുന്നേക്കുന്നതെങ്കിൽ പാല് മേടിച്ച് വരുമ്പോഴത്തേക്കും ലേറ്റ് ആവും. അതുകൊണ്ട് ഞങ്ങൾ ലേറ്റ് ആവുന്നതുകൊണ്ട് തന്നെ തലേദിവസമേ പാല് മേടിച്ച് വെക്കും. ഇവിടെ ആദ്യം എഴുന്നേൽക്കുന്ന അപ്പുക്കുട്ടനാട്ടോ. അപ്പുക്കുട്ടൻ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ചേൽപ്പിക്കും. കുട്ടി വിളിക്കും കേട്ടോ. പിന്നെ അവിടെ ഉറങ്ങാൻ പറ്റില്ലല്ലോ, അങ്ങ് ഏറ്റുപോരും. എന്നിട്ട് നേരെ ഏറ്റ് വന്നപാടെ ചായ ആട്ടോ ഞാൻ വെച്ചേ. ചായയിലാണ് ഞങ്ങളുടെ ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു ചായ കുടിച്ചാലാണ് മനസ്സിനൊരു സുഖം വരുള്ളൂ. അപ്പം രാവിലെ ഞങ്ങൾ 2 ചായ കുടിക്കും കേട്ടോ. രാവിലെ ഒരു 4 ചായയും കുടിക്കും, പിന്നെ രാവിലത്തെ ഫുഡിൻ്റെ കൂട്ടത്തിൽ ഒരു ചായയും കൂടെ കുടിക്കും കേട്ടോ. അപ്പം ഞാനിന്ന് പുട്ടും പഴവും ഉണ്ടാക്കാമെന്നാട്ടോ വിചാരിച്ചേ. അതാകുമ്പോൾ എളുപ്പമാണല്ലോ. അപ്പം ചെറുപഴം ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഏത്തപ്പഴമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊരു എളുപ്പപ്പണിയാട്ടോ ചെയ്തേ. എനിക്ക് ഈ ഏത്തപ്പഴം വേവിക്കാണ്ട് ഈ പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടമില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഏത്തപ്പഴം എക്സ്ട്രാ വേവിക്കാൻ നിൽക്കാണ്ട് എളുപ്പപ്പണിയാട്ടോ ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഏത്തപ്പഴം ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് ഇങ്ങനെ അരിയുക. എന്നിട്ട് ഈ തേങ്ങയും പഴവും കൂടെ രണ്ടും കൂടി ഒരുമിച്ചിട്ടിട്ട് അങ്ങ് മിക്സ് ആക്കുക. എന്നിട്ട് നമ്മൾ പുട്ട് ഊറ്റിയിട്ട് നമ്മൾ തേങ്ങയാക്കിയിട്ട് മിക്സ് ആക്കൂലേ, അതേപോലെ തന്നെ തേങ്ങയും ഈ പഴവും കൂടി ആദ്യം ഇട്ടിട്ട് പിന്നെ പുട്ടുപൊടി ഇട്ടു, പിന്നെ ഈ മിക്സ് ഇട്ടു. അങ്ങനെ നമ്മുടെ സാധാ പുട്ടാക്കുന്ന പോലെ തന്നെ അങ്ങ് ആക്കും കേട്ടോ. അപ്പോൾ ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്ന പോലെ ഇവിടെ പുട്ടും വേവും പഴവും വെന്ത് കിട്ടും കേട്ടോ. എനിക്കിങ്ങനെ ചെയ്യാൻ ഇഷ്ടമായതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്ക്. എക്സ്ട്രാ വേവിക്കാൻ മടിയുള്ളവർ നിന്നാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ മിക്കപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൂട്ടൻ ഇവിടെ എക്സ്ട്രാ ഫുഡൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. കാരണം അവന് എക്സ്ട്രാ ഉണ്ടാക്കാനൊന്നും വേണ്ട. നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്താണോ അതാട്ടോ പുള്ളിക്കും ഇഷ്ടം. ശരിക്കും ചെറുപഴം കൂട്ടിയിട്ട് പുട്ട് കഴിക്കാനാട്ടോ ടേസ്റ്റ്. എന്നാൽ ചെറുപഴം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഏത്തപ്പഴം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഇത് ഇന്നലെ രാത്രിയിൽ എടുത്ത വീഡിയോ ആട്ടോ. തുണി കുറച്ച് അലക്കാനുണ്ടായിരുന്നേ. ഇവിടെ ഞാൻ എപ്പോഴും തന്നെ രാത്രിയിലാണ് അലക്കുക. അതാകുമ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും തുണി ഉണങ്ങി കിട്ടുമല്ലോ. ടെറസിലാണ് തുണി വിരിച്ചിടുന്നത്. ഞങ്ങൾ തുണി രാത്രി തന്നെ കൊണ്ട് വിരിച്ചിട്ടേ. ചെറിയ തുണികളൊക്കെ ഞങ്ങൾ ഇവിടെ അകത്ത് വിരിച്ചിടാറുള്ളൂ കേട്ടോ. വന്നിട്ട് നേരെ ജഗ്ഗിൽ വെള്ളമൊക്കെ നിറച്ച് വെച്ചു കേട്ടോ. എന്നിട്ട് ഉച്ചക്കത്തെ ലഞ്ചിനുള്ള പരിപാടിയിലാണേ. ഉച്ചക്കത്തേക്ക് ചോറും കറിയാണ്. അപ്പം ചോറിന് കറിയായിട്ട് മത്തങ്ങക്കറി ആട്ടോ വെക്കാമെന്ന് വിചാരിച്ചേ. മത്തങ്ങക്കറിയും ക്യാബേജ് തോരൻ. ചോറ് കുക്കറിലാണ് വേവിക്കുന്നത്. അരിക്ക് വേവ് കുറവായതുകൊണ്ട് ഒറ്റ വിസിൽ മതി കേട്ടോ. ഒറ്റ വിസിൽ തന്നെ കൂടുതലാണ്. എന്നിട്ട് ഞങ്ങൾ കുറച്ച് എയർ അഴിച്ചു വിടുക കേട്ടോ ചെയ്യാറ്. കുക്കറിൻ്റെ മുകളിൽ ഇങ്ങനെ ടിഷ്യൂ പേപ്പർ വെച്ച് അടയ്ക്കുവാണെങ്കിൽ നമുക്ക് ഈ കുക്കർ ഇങ്ങനെ തിളച്ച് ചാടൂലേ, അതൊക്കെ ഒഴിവാക്കാൻ സഹായിക്കുവേ. കറിയായിട്ട് മത്തങ്ങക്കറി ആട്ടോ വെക്കാമെന്ന് വിചാരിച്ചാൽ തോരൻ ക്യാബേജും. ഞാനിവിടെ മത്തങ്ങക്കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം മത്തങ്ങ ഒറ്റ വിസിൽ അടുപ്പിക്കും കേട്ടോ. ഒറ്റ വിസിൽ തന്നെ മതി. അതിനിടയിൽ ക്യാബേജ് തോരൻ്റെ പണി അവിടെ നടക്കുന്നുണ്ടേ. ഞാനിവിടെ മത്തങ്ങക്കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ മത്തങ്ങ വേവുന്ന സമയം കൊണ്ട് തേങ്ങയും ജീരകവും പച്ചമുളകും ചെറിയുള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം അരച്ചെടുക്കും കേട്ടോ. എന്നിട്ട് മത്തങ്ങയിലേക്ക് ചേർത്തിട്ട് കടുകൊക്കെ പൊട്ടിച്ച് കറി സെറ്റാക്കും കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം നേരെ ടെറസിലേക്കാട്ടോ. ടെറസിൽ ആ തുണി വിരിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, രാത്രി തന്നെ വിരിച്ചിട്ടുണ്ടായിരുന്നേ. അതെടുക്കാനുള്ള പോക്കാട്ടോ. അപ്പം രാത്രിക്ക് നല്ല കാറ്റായതുകൊണ്ട് തന്നെ രാവിലെ ആകുമ്പോഴത്തേക്കും ഉണങ്ങി കിട്ടും കേട്ടോ. ഇവിടെ ഞങ്ങൾ ഉച്ചയായപ്പോഴാണ് പോയി എടുത്തത്. കാരണം എഴുന്നേറ്റപ്പോൾ ലേറ്റ് ആയല്ലോ. ഇത് ഞാൻ ഇന്നൊന്നും മടക്കി വെക്കൂല കേട്ടോ. കാരണം കൊച്ചുള്ളതുകൊണ്ട് എനിക്ക് സമയം കിട്ടുമ്പോഴാട്ടോ ഞാൻ മടക്കി വെക്കുള്ളൂ. ഇതിൻ്റെ ഇടയിൽ തോരൻ്റെ പണിയൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം അതിനുശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.